ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന്. പിന്നെ എന്റെ ഹസ്ബൻഡിനെ പിന്നെ വിമുക്തനാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സംഭവിച്ചത് ലഹരി കഴിച്ച് വീണ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് ഈ മരിച്ച പോലെ കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം ഈ മരിച്ച പോലെ കിടന്ന വ്യക്തിനെ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കി, നാട്ടുകാരും വീട്ടുകാരും ഞാനടക്കം ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയിട്ടും ഈ ലഹരിയിൽ നിന്നിട്ട് പിന്നെ ഒക്കെ റിക്കവറി ആയിട്ട് നടക്കാൻ തുടങ്ങി. വീണ്ടും ലഹരിയിലേക്ക് തന്നെ പോയി. അപ്പൊ കുറെ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളായിരുന്നു എന്റെ ജീവിതത്തിൽ. അപ്പൊ ഞാൻ ലാസ്റ്റ് വിചാരിച്ചു ഇനിയിപ്പോ ഒന്നുമില്ല ജീവിതത്തിൽ, നമുക്ക് ഒരു ഇതുമില്ല, ഇനി എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ ഒരു പെൺകുട്ടി ജീവിക്കാൻ, ഈ 2 പെൺകുട്ടികളെയും വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല, ഇനി മതി ജീവിതം അവസാനിപ്പിക്കാൻ വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ ഇവരെ ഉപ്പാന്റെ റിക്കവറി വീഡിയോ ഇട്ട് അതിന്റെ പിന്നാലെ ഞാനിങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ള 2-3 വീഡിയോസ് പോസ്റ്റ് ചെയ്ത് അതിലൂടെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി. ഇനി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യല്ലേ, എനിക്ക് ഇതിലൊരു ഭാവി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നല്ല കണ്ടന്റ് വീഡിയോസ് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിലൂടെ ഞാനിങ്ങനെ റിക്കവറി ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ലൈഫ് സെറ്റ് ഒന്നല്ല. എനിക്ക് വീടില്ല, സ്ഥലം. എന്താ വെച്ചാൽ ഇവരെ ഉപ്പാന്റെ അടുത്തുനിന്ന് ഞാനല്ല കേട്ടോ പോകുന്നത്. എന്റെ 2 മക്കള് പറഞ്ഞേ ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, കുറച്ച് വലിപ്പം വെച്ചതിന്റെ ശേഷം 2 പറഞ്ഞ് കഷ്ടപ്പെടണേ, നമുക്ക് നമ്മളെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ വീടൊന്നുമില്ല കേട്ടോ, അമ്മമാര് കുടുംബക്കാരൊക്കെ ഉണ്ട്, അവരുടെ അടുത്തേക്ക് പോവാൻ. ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഉപ്പാന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അത് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഉപ്പാന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല, ഇവര് ഉപ്പായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, എത്ര സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തി ചെയ്താലും നമ്മൾ ഉപ്പാണ്, ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യണം. ഉപ്പ എപ്പോഴും ഉപ്പയാണ്. അത് ഈ ലഹരി ഉപയോഗിച്ചാൽ എന്തെന്നായാലും നമ്മൾ ഉപ്പായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഉപ്പയും ഉമ്മയും ഒരേ പ്രയോറിറ്റിയാണ്. ഏതെങ്കിലും സമയത്ത് ആ വ്യക്തി നന്നായിട്ട് വരുമ്പോ ആ ഉപ്പാക്കും സന്തോഷമാവും, ഇവർക്കും സന്തോഷം. ഇപ്പോഴും ഓരെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യിപ്പിക്കലുണ്ട് കേട്ടോ. പക്ഷെ അടിച്ചിട്ട് വേറെ ഒരു ബന്ധവുമില്ല. ഇവര് വിളിക്കും, സംസാരിക്കും, അവിടെ വെക്കും, വേറെ ഒരു ഇതുമില്ല. അങ്ങനെ ഒരു കുറച്ച് ഇതിലൂടെ റിക്കവറി ആയിട്ട് വന്നിട്ട് ഇപ്പൊ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് എന്താ പറയാ, ഒരുപാട് ആൾക്കാരിനോട് ഗൂഗിൾ പേ നമ്പർ, അതുപോലെ എന്റെ എന്താ പറയാ അക്കൗണ്ട് നമ്പറൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വീടും സ്ഥലത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. എവിടെയെങ്കിലും ഒരു 3 സെന്റ് അതിൽ ഷെഡ് കെട്ടിയിട്ടെങ്കിലും ജീവിക്കണം. മരിക്കൂല ഇനി റബ്ബിനെ വിളിക്കാം, എന്റെ മക്കളെ എന്നെ വിളിക്കുമ്പോ മാത്രമേ ഞാൻ എല്ലാവരും തീരുമാനമെടുക്കാട്ടോ. അത്രയൊക്കെ തന്നെ പറയാം. എല്ലാവരും ഒന്ന് ഷെയർ ആക്കാം. അസ്ഫറുന്നീസ 27 ആണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അതുപോലെ അസ്ഫറുന്നീസ 8 എന്നാണ് ഇൻസ്റ്റാഗ്രാം ID കേട്ടോ. അപ്പൊ എല്ലാവരും